നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഝാൻസി റാണിയെപ്പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വനിതാ നേതാവായിരുന്നു കിത്തൂർ റാണി ചെന്നമ്മ. കർണാടകയിലെ കിത്തൂർ എന്ന നാട്ടുരാജ്യത്തെ രാജകുമാരിയായി 1778 ഒക്ടോബർ 23 ചെന്നമ്മ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ കുതിരസവാരിയും വാൾപ്പയറ്റും അമ്പെയ്ത്തുമൊക്കെ പരിശീലിച്ച അവർ വളർന്നപ്പോൾ രാജ മല്ലസർജയെ വിവാഹം ചെയ്തു. തങ്ങളുടെ ഏക മകൻ മരണമടഞ്ഞതിനെ തുടർന്ന് ശിവലിംഗപ്പ എന്ന കുട്ടിയെ ദത്തെടുത്ത് രാജ്യത്തിൻ്റെ അനന്തരാവകാശിയാക്കി. എന്നാൽ ദത്തവകാശ നിയമമനുസരിച്ച് ഇത് അനുവദിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂട്ടാക്കിയില്ല. തുടർന്ന് റാണി ചെന്നമ്മ ബോംബെ ഗവർണർക്ക് കത്തെഴുതിയെങ്കിലും ഫലമുണ്ടായില്ല. ബ്രിട്ടീഷുകാർ കിത്തൂർ പിടിച്ചടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ റാണി ചെന്നമ്മയുടെ സൈന്യവും ബ്രിട്ടീഷുകാരും ഏറ്റുമുട്ടി. 1824 നടന്ന യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് കനത്ത നാശം സംഭവിച്ചു. കളക്ടർ ജോൺ താക്കറെ കൊല്ലപ്പെടുകയും 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ റാണിയുടെ തടങ്കിൽ ആവുകയും ചെയ്തു. യുദ്ധം നിർത്താമെന്ന ബ്രിട്ടീഷുകാരുടെ ഉറപ്പിൽ പിടിയിലായവരെ വിട്ടയച്ചെങ്കിലും വെള്ളക്കാർ വാക്കുപാലിച്ചില്ല. കൂടുതൽ സേനയെ അയച്ച് അവർ കിത്തൂരിനെ ആക്രമിച്ചു. റാണി ചെന്നമ്മ ധീരമായി പൊരുതിയെങ്കിലും ബ്രിട്ടീഷുകാർ അവരെ പിടികൂടി. ബെയിൽഹൊങ്കൽ കോട്ടയിൽ തടവിലും വിട്ടു. പിന്നീട് റാണിയുടെ സൈന്യാധിപൻ സംഗോളി രായണ്ണ ഗറില്ലാ യുദ്ധം തുടർന്നു. എന്നാൽ രായണ്ണയെ ബ്രിട്ടീഷ് പട്ടാളം തൂക്കിക്കൊന്നു. 1829 ഫെബ്രുവരി 21 50-ാമത്തെ വയസ്സിൽ തടവറയിൽ വെച്ച് കിത്തൂർ റാണി ചെന്നമ്മ മരണത്തിന് കീഴടങ്ങി.